ഞാൻ ഇന്ന് വരെ കണ്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ലാത്തൊരു സാധനം ഉച്ചയൂണിന് തയ്യാറാക്കാൻ പോവാണ്. വേറൊന്നുമല്ല, ഉലുവയിലയാണ്. പച്ചക്കറി വാങ്ങിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ കുറേ പ്രിയപ്പെട്ടവർ അതുണ്ടാക്കുന്ന രീതികളെ പറ്റിയൊക്കെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഞാൻ ഇതിന്ന് തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പിന്നെ കർക്കിടക മാസത്തിൽ നമ്മൾ ആയുർവേദ കഞ്ഞിയൊക്കെ ശീലമാക്കുന്നത് പോലെ തന്നെ 10 ഇലകൾ തോരൻ വെച്ച് കഴിക്കണമെന്നാണ് കേട്ടിട്ടുള്ളത്. ആ 10 ഇലകളുടെ ലിസ്റ്റിൽ ഉലുവയില ഇല്ല. പിന്നെ മുരിങ്ങയില കർക്കിടക മാസത്തിൽ ഉപയോഗിക്കരുതെന്ന് കുറേ പേര് കമൻറ്റിലൂടെ പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറുപയറൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഇല ചുമ്മാ ഒന്ന് നുറുക്കിയിട്ടു. അത് അരിഞ്ഞൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇലകൾ നുള്ളി എടുത്താലും മതി. പിന്നെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചതച്ച് അതിനകത്ത് ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കിയെടുത്ത് കടുകും താളിച്ചു. അങ്ങനെയാണ് ഈ തോരൻ ഞാൻ റെഡിയാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉലുവയില ആയതുകൊണ്ട് കയ്പുണ്ടാകുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു കയ്പും ഇല്ലായിരുന്നു. ആലു ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ ഇല ചേർത്തും ചപ്പാത്തി ഉണ്ടാക്കുമെന്നൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ. അതൊക്കെ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുറ്റത്തും പറമ്പിലും ഒക്കെ ഔഷധ ഗുണങ്ങളുള്ള എന്തോരം ഇലവർഗ്ഗങ്ങളുണ്ട്. നമ്മളതൊന്നും കാണാതെ വില കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. താളും തകരയും തഴുതാമയും ചേമ്പും പയറിലയും ചേനയിലയും കുമ്പളവും മത്തനും ഒക്കെ അങ്ങനെയുള്ള വർഗ്ഗത്തിൽപ്പെട്ടത് തന്നെയാണ്. ഇതെല്ലാം കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റുന്ന ഇലവർഗ്ഗങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ചെറുതനത്തിൻ്റെ ഇലയും തകരയിലയും ഒക്കെ ആ ലിസ്റ്റിലുള്ളത് തന്നെയാണ് കേട്ടോ. ഒന്നും നിസാരക്കാരല്ല, നമ്മൾ ചുമ്മാ ചവിട്ടി തേച്ച് കളയുന്നതേ ഉള്ളൂ. എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ.